കഴക്കൂട്ടത്ത് SDPI ഗുണ്ട ആക്രമണം. മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട് കയറി ആക്രമിക്കുകയും ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കഴക്കൂട്ടം അണ്ടൂർക്കോണം സ്വദേശി മുഹമ്മദ് ഷമീനും ഭാര്യാപിതാവ് മുജീബിനുമാണ് പരിക്കേറ്റത്. തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിലെ പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, അനു, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആണ്ടൂർക്കോണത്ത്, അതായത് കഴക്കൂട്ടത്തിന് സമീപം ആണ്ടൂർക്കോണത്ത് SDPIയുടെ ഗുണ്ടാ ആക്രമണം ഉണ്ടായത്. 6ഓളം വരുന്ന SDPI പ്രവർത്തകർ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും വീട്ടിലുള്ളവരെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം ആണ്ടൂർക്കോണം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും. ഇവിടെയാണ്. അവിടെ ആണ്ടൂർക്കോണത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ആണ്ടൂർക്കോണം സ്വദേശി മുഹമ്മദ് ഷമീമിനും പിതാവ് മുജീബിനുമാണ് പരിക്കേൽക്കുന്നത്. ഗുരുതരമായി തലക്ക് അടക്കം വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാരകായുധങ്ങളുമായിട്ടാണ് ഈ സംഘം വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നത്. രാത്രി 11 മണിയോടുകൂടി അതിക്രമിച്ച് കയറുകയും ഒരു വലിയ ഭീകരാന്തരീക്ഷം ഈ വീട്ടിൽ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ഗൃഹനാഥൻ അടക്കമുള്ളവർ പറയുന്നത്. പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മാരകായുധങ്ങൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നും പറയുന്നു. നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഈ ആണ്ടൂർക്കോണത്തെ വീട്ടിലാണ്. മുഹമ്മദ് ഷമീം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലടക്കം ചികിത്സ തേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. തലക്കടക്കമാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെട്ടേൽക്കുകയും ഏകദേശം 7ഓളം സ്റ്റിച്ചും ഉണ്ട്. വലിയ രീതിയിൽ ഗുരുതരമായിട്ട് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. ഒബ്സർവേഷനിൽ തങ്ങാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു സംഭവമെന്ന്. ഇത്തരത്തിൽ വീട് കയറി ആക്രമിക്കുന്ന രീതിയിലേക്കൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്താണ് സംഭവം? അത് ഇന്നലെ സാധനം മേടിക്കാൻ വേണ്ടി റോഡിൽ പോയപ്പോൾ എതിരെ ഒരു കാറ് വരുന്നു. കാറ് വന്ന് നമ്മൾ ഇടിക്കാൻ കണക്കാക്കി വരുന്നുണ്ട്. അപ്പം ഇവൻ നേരെ കൊണ്ട് നമ്മൾ നേർക്ക് വന്നിട്ട് നമ്മൾ നേരെ ഇടിക്കുമെന്ന് കണ്ടപ്പോൾ നമ്മളെ സൈഡിലേക്ക് നിർത്തി കൊടുത്ത് വണ്ടി അങ്ങ് നമ്മളെ പാസ് ചെയ്ത് പോയി. ഞങ്ങൾ വേഗം വന്നിട്ട് ചോദിച്ച് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ഒന്നല്ലേ നമ്മൾ ഇടിച്ചിടൂലായിരുന്നല്ലോ. അത് വണ്ടി ഇടിച്ചില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിടന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത് അവിടെ വെച്ച് തന്നെ പറഞ്ഞ് തീർന്നങ്ങ് പോയി. ഞാൻ സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട സമയത്താണ് 5-6 പേരായിട്ട് ഇവിടെ വന്ന് ആക്രമണം നടത്തിയത്. എന്ത് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നതും? അർദ്ധരാത്രി 11 മണി എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും മയങ്ങാൻ കിടക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇവിടെ വീട്ടിലേക്ക് എത്തുന്നത്? ഇവർ ഇതിന് വരുന്നതിന് കുറച്ച് മുന്നേ എന്നൊരു കൂട്ടുകാരൻ എന്നോട് വിളിച്ച് ചോദിച്ചു, നീ എവിടെ നിൽക്കണം? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ ജ്യേഷ്ഠൻ എവിടെ ഉണ്ടോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജ്യേഷ്ഠൻ്റെ പേര് ഷമീർ എന്നാണ്. അപ്പം ജ്യേഷ്ഠൻ എവിടെ ഉണ്ടാകുന്ന കേട്ടോ. ഞാൻ പറഞ്ഞു ജ്യേഷ്ഠൻ വീട്ടിൽ വന്ന് കാണും എന്ന് പറഞ്ഞു. അപ്പം ജ്യേഷ്ഠന് ഒരു പണി വരുന്നുണ്ടോ? ഞാൻ കേട്ട് എന്താണ് കാര്യം? അത് ഒരു കാറുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടായ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ജ്യേഷ്ഠനുമായിട്ടല്ല, അങ്ങനെ ഒരു സംസാരം ഉണ്ടായത് ഞാനുമായിട്ടാണെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയും ചെയ്തു. ഫോൺ വെച്ച് ഒരു 5 മിനിറ്റിനകത്ത് തന്നെ അവർ ഇവിടെ വന്ന് കയറി ആക്രമിക്കുകയാണ്. ഈ പറഞ്ഞ ആൾ സുഹൃത്താണോ? അതും എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടുള്ളതായിട്ട് അറിയില്ല. എത്ര പേര്? 6ഓളം പേരെന്നാണ് പറഞ്ഞതല്ലേ? 6ഓളം പേര്. വീട്ടിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടാകുന്നത്. വീട്ടിൽ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്താണ്. നമ്മുടെ റോഡിലുണ്ടാകുന്നൊരു നിസ്സാരമായ പ്രശ്നം അത് അവിടെ തീരേണ്ടത് അതിനെ എത്രയും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിക്രമിക്കുക, ഇത്തരത്തിൽ മാരകായുധങ്ങളുമായി വരിക എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് അങ്ങനെ ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോൾ എന്തുണ്ടെങ്കിലും റോഡിൽ വെച്ച് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വണ്ടികൾ ഓടിക്കുന്നല്ലേ. എന്തുകൊണ്ടുണ്ടെങ്കിൽ റോഡിൽ വെച്ചുള്ള റോഡിൽ അങ്ങ് തീർക്കുക. അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർ വീട്ടിൽ വന്ന് ഇങ്ങനെ സ്ത്രീകളും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വന്ന് കാണിക്കുന്നതൊന്നും അത് ശരിയായ ഒരു നടപടിയല്ല. പിന്നെ ഇന്നലെ ഇതേ കണക്ക് വന്ന് കാണിച്ചിട്ട് പോയി. ഇത് റോഡിൽ നടന്നൊരു സംഭവം, അത് അവിടെ കളയേണ്ടതാണ്. എന്നാൽ അത് അവിടെ അങ്ങനെ ഉപേക്ഷിക്കാതെ അത്തരത്തിലൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളോടൊപ്പം ഈ ഷമീമിൻ്റെ പിതാവ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം മുജീബ് എന്നാണ് അദ്ദേഹം പേര്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഞാൻ ഇവിടെ എത്തുമ്പോൾ പോലും ശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും നല്ലപോലെ പരിക്കേൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. കാൽമുട്ടിനും നെറ്റിയിലും അടക്കം സ്റ്റിച്ചിട്ട പാടുകൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും കണക്കിൽ
കണക്കിലെടുക്കാതെയാണ് ഈ അക്രമി സംഘം മർദ്ദിച്ചതെന്നാണ് അദ്ദേഹം പരാതിപ്പെടുന്നത്. വലിയ രീതിയിൽ അസ്വസ്ഥത അദ്ദേഹത്തിനും ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇന്നലെ രാത്രി എന്താണ് അവർ ഈ അങ്ങേയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ? ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നു ഞാൻ ഉറങ്ങി നോക്കിയപ്പോൾ എൻ്റെ മോളുടെയും എൻ്റെ ഭാര്യയുടെയും വിളിയൊക്കെ. ഞാൻ ചാടി ഇറങ്ങിയപ്പോൾ 6ഓളം പേര് ഉണ്ട്. SDP പയ്യന്മാരാണ്. 3 ബൈക്കിൽ 3-4 ബൈക്കുണ്ട്. പണ്ട് വീട്ടിലെ വണ്ടി കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ എൻ്റെ പുള്ളി അടിച്ചുകൊണ്ടിരിക്കുന്നു. കമ്പി പാലയിട്ട് അടിച്ചേക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വെട്ടും കിട്ടി. ഞാൻ കയറി പിടിക്കാനും എൻ്റെ നെറ്റിയിൽ ഒരു വെട്ടുവത്തിര ഈ ഒരു സൈഡ് കൊണ്ട് കയറി ഞാൻ ബൈക്കിൽ കയറി പിടിച്ച് എന്നെ ചവിട്ടി. ബൈക്ക് വിടുന്നവരന്മാർ ചവിട്ടി വണ്ടി എടുത്തുകൊണ്ട് അവന്മാർ പോയി കളഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യാവസ്ഥ? വലിയ ബുദ്ധിമുട്ടിയാണ്. എനിക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനു, ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് ഈ അക്രമി സംഭവം അക്രമികൾ വന്ന് ഈ കുടുംബത്തിനൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് നിലവിളിച്ചെത്തിയപ്പോൾ ഈ മുഹമ്മദ് ഷമീമിൻ്റെ മാതാവിനെ കൂടി ആക്രമിക്കുന്നതിലേക്ക് കൈപിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീട്ടിലെ ഭാര്യ മാതാവിനെ കൂടി ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അസഭ്യവർഷം ചൊരിഞ്ഞുകൊണ്ടായിരുന്നു ഈ അക്രമ സംഘം എത്തിയത്. എന്തായാലും 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇവരെത്തുന്നത് തന്നെ ഈ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയത് ബൈക്കുകളിലാണ്, നിരവധി ബൈക്കുകളിലാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തുമ്പോൾ പോലും വലിയ രീതിയിൽ ശബ്ദത്തോടു കൂടി തന്നെ ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇത് ഒരു ബൈക്കിൽ കൂടി ഇവർ സംഘമായിട്ട് വരികയും ഹോൺ മുഴക്കിക്കൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വീടുകളിലേക്ക് എത്തുകയും മാത്രമല്ല വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിപ്പിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. മംഗലാപുരം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. 2 പേർക്കെതിരെ പ്രതികൾക്ക് 2 പേർക്കെതിരെ കേസെടുക്കുകയും ബാക്കി കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആണ്ടൂർക്കോണം സ്വദേശികളാണ് തന്നെയാണ്. ആണ്ടൂർക്കോണം കഴക്കൂട്ടം സ്വദേശികളായിട്ടുള്ളവരാണ് ഈ പ്രതികൾ. SDP-യുടെ തന്നെ സജീവ പ്രവർത്തകരാണ്. കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകരാണെന്ന് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഫിസ്, സിദ്ദിഖ്, സെയ്ദ് തുടങ്ങിയ പേരുകളിലുള്ളവരാണ്. അതിൽ ആണ് ഇവരെ 2 പേരെ എന്തായാലും മംഗലാപുരം പോലീസ് വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇത് മറ്റൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റ് മുൻവൈരാഗ്യമോ ഒന്നുമില്ല. ഒരു വഴിയിലൂടെ വണ്ടി പോകുമ്പോൾ തെറ്റായ ദിശയിൽ വണ്ടി ഓടിക്കുന്നു. തെറ്റായ ദിശയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടത് ചോദ്യം ചെയ്യും. ആ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യുന്നത് മാത്രമാണ് ഈ ഇവിടെയും നടന്നത്. എന്നാൽ അതിനെ ഒരു വൈരാഗ്യ ബുദ്ധിയായിട്ട് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ വീട് വിളിച്ചു ചോദിക്കുന്നു. അദ്ദേഹം വീട്ടിലുണ്ടാകുമോ എന്നത് ഉറപ്പിക്കുന്നു. അങ്ങനെ വീട് ഉണ്ടാകുമോ എന്നടക്കമുള്ളവ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ഷമീമിൻ്റെ വീട്ടിലേക്ക് ഇവരെത്തുന്നത്. അതായത് കൃത്യമായൊരു പദ്ധതി ഇതിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വീട്ടുകാരെയും അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവരെയും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഗൃഹനാഥനടക്കമുള്ളവർ വീട്ടിലുണ്ടോ എന്നത് നോക്കി സ്ഥലം പോലും മനസ്സിലാക്കിയതിന് ശേഷമാണ് രാത്രി ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തുകയും ഇത്തരത്തിലൊരു അക്രമ സംഭവം അഴിച്ചുവിടാനൊരു ഇടുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അക്രമ സംഭവമാണ് ഈ വീട്ടുമുറ്റത്ത് കഴിഞ്ഞ ദിവസം രാത്രി അരങ്ങേറിയത്. വഴിയിൽ നടന്ന ഒരു സംഭവം തെറ്റായ ദിശയിൽ വണ്ടി ഓടിച്ചതുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടക്കുന്നു. ആ സംഭവം ചോദ്യം ചെയ്തത് മാത്രമാണ് ഈ ഷമീം എന്ന് പറഞ്ഞ ഈ ഗൃഹനാഥൻ ചെയ്ത തെറ്റ്. അതിനാണ് സംഘമായിട്ട് അർദ്ധരാത്രി വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും അവരെ ആക്രമിക്കുകയും മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് നേർദൃശ്യങ്ങൾ കാഴ്ചകളാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മാരകായുധങ്ങളുമായി വീട് കയറി ഒരു സംഘം SDP-ഐ ഭീകര പ്രവർത്തനം കണക്കെ ആക്രമണം നടത്തി എന്നതാണ്. ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴക്കൂട്ടം ആണ്ടൂർക്കോണം സ്വദേശി മുഹമ്മദ് ഷമീനും ഭാര്യാപിതാവ് മുജീബുമാണ് പരിക്കേറ്റത്. അവരുടെ പ്രതികരണങ്ങളാണ് ഞങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. ഇനി കൂടുതൽ മറ്റൊരു പ്രതികരണം കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്, അതിലേക്ക് കൂടി. ഞാൻ എൻ്റെ ഹസ്ബൻഡും ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കുന്ന സമയത്താണ് ബെല്ല് വന്നടിക്കുന്ന സൗണ്ട് കേട്ടത്. അങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് ഞാനാണ് പോയി ഡോറ് തുറന്നത്. ഡോറ് തുറന്ന് വന്നതും ഉടനെ എന്നെ പിടിച്ച് ഞാൻ തള്ളി. ഞാൻ ഓൾറെഡി പ്രഗ്നൻ്റാണ്, 4 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടുവന്ന് എൻ്റെ ഇക്കായ വാളിൻ്റെ ഇതുകൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് ബാക്കി എന്തോ മാരകായുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാലിൽ തുട ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അടിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അത് എൻ്റെ വാപ്പായും ഉമ്മായും വീട്ടിലുണ്ടായിരുന്നു.
അപ്പോൾ അത് കണ്ടുകൊണ്ട് എൻ്റെ വാപ്പ പിടിക്കാൻ നോക്കി എൻ്റെ വാപ്പായെ അതുപോലെ നെറ്റിയിൽ വെട്ടിയിട്ട് ചെറിയൊരു വെട്ടിൻ്റെ പരിക്കേൽപ്പിച്ചു. പിന്നെ അതുകൂടാതെ എൻ്റെ വാപ്പായുടെ ദേഹവും പിടിച്ച് തള്ളി, മെറ്റിലോട്ട് പിടിച്ച് തള്ളി. പിന്നെ എൻ്റെ ഉമ്മ ഓൾറെഡി കേൾവി കുറവാണ്, വൈകല്യമുള്ള ആളാണ്. പിന്നെ എൻ്റെ ഒരു 3.5 വയസ്സായ ഒരു മോനും വീട്ടിലുണ്ട്. അപ്പം എൻ്റെ മോൻ ഓൾറെഡി ഇത് കണ്ട് പേടിച്ച് എൻ്റെ ഉമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഉമ്മ അത് പിടിക്കാൻ വേണ്ടി പോയ എൻ്റെ ഉമ്മയും കൈ പിടിച്ച് തിരിക്കുകയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ആക്രമണമാണ്. സ്ത്രീകളും അതായത് വീട് കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ